ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ബീഫ് വെക്കാം കേട്ടോ. അതിനായിട്ട് ചെറിയുള്ളിയാണ് ആവശ്യം. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞതും തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, മല്ലിയല്ല മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഉപ്പും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച് ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചായിരുന്നു. ആ ബീഫും കൂടെ നമുക്കിതിലേക്ക് ഇടാം. കണ്ടില്ലേ, ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം. നമ്മൾ രണ്ടിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം വീണ്ടും ചൂടിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ചൂടാക്കില്ല, ആ ചൂടാക്കുന്ന സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. എന്നിട്ട് കഴിച്ച് നോക്ക്. എന്തോ ഒരു വെറൈറ്റി, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനൊന്നും മറക്കരുത്. കപ്പയുണ്ട് കൂടെ.